ലോകത്തിന്റെ നിയമം വളരെ വിചിത്രമാണ്. ഇവിടുത്തെ രീതികളും വളരെ വ്യത്യസ്തമാണ് സുഹൃത്തെ. സ്വന്തമായി ജീവനില്ലാത്ത ആ കടലാസ് നോട്ടുകളെയും ഇരുമ്പ് നാണയങ്ങളെയും മാത്രമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാമായി കണക്കാക്കുന്നതെന്ന് നിങ്ങളും നിങ്ങൾക്ക് ചുറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പോക്കറ്റ് നിറയെ പണമുള്ളവനെ മാത്രമാണ് ഈ ലോകം തിളങ്ങുന്നവനായി കാണുന്നത്. ആരുടെ കയ്യിലാണോ പണത്തിന്റെ കിലുക്കം കൂടുതലുള്ളത്, ആർക്കാണോ കണക്കില്ലാത്ത സ്വത്തും സമ്പത്തുമുള്ളത്, ആ മനുഷ്യന് മുന്നിൽ മാത്രമാണ് വലിയൊരു കൂട്ടം ആളുകൾ തലകുനിച്ചും കൈകെട്ടിയും നിൽക്കുന്നത്. വെറും പുറംമോടി മാത്രം കാണിക്കുന്ന ഇന്നത്തെ ഈ കാലത്ത് ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവത്തിന്, അവന്റെ ശുദ്ധമായ മനസ്സിന്, അല്ലെങ്കിൽ അവന്റെ സത്യസന്ധതയ്ക്ക് ആരെങ്കിലും വില കൽപ്പിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു പാവം മനുഷ്യന്റെ പോക്കറ്റ് കാലിയാണെങ്കിൽ ആളുകൾക്കിടയിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ തന്നെ തീരുമാനിക്കുന്നു. തനിക്ക് പണമില്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾക്ക് ആരും ഒരു വിലയും നൽകില്ലെന്നും അതിനൊരു അർത്ഥവും ഉണ്ടാകില്ലെന്നും അവന് നന്നായി അറിയാം. പണം നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കുന്നുവെന്നും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ അത് ഉപകരിക്കുന്നുവെന്നുമുള്ളത് 100% സത്യമായ കാര്യമാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങളെക്കാളും, നമ്മുടെ മനസ്സിലെ സ്നേഹത്തെക്കാളും, നമ്മുടെ മനുഷ്യത്വത്തെക്കാളും വലുതായി പണം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ വേദന അനുഭവപ്പെടുന്നത്. ആളുകൾ പലപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആഹാരം ഉപേക്ഷിച്ച് ഉപവാസമിരിക്കാറുണ്ട്. വിശന്നിരുന്ന് പലതവണ വ്രതമെടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ തങ്ങളുടെ ശരീരം ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാനും ഇല്ലാതാക്കാനും കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉപവാസം അവന്റെ മനസ്സിന്റെ ഉപവാസമായിരിക്കണമെന്ന് നാം എപ്പോഴെങ്കിലും ശാന്തമായ മനസ്സോടെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ മോശമായ ചിന്തകളെയും അഴുക്കുകളെയും എന്നേക്കുമായി പുറത്തെറിഞ്ഞ് വൃത്തിയാക്കുമെന്നുറപ്പിക്കുന്ന ഒരു വ്രതം. നമ്മുടെ ഈ മനസ്സിനുള്ളിൽ അത്യാഗ്രഹത്തിന്റെ വളരെ വേഗത്തിൽ ഒഴുകുന്ന ഒരു അരുവി എപ്പോഴുമുണ്ട്. അത്യാഗ്രഹത്തിന്റെ ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ കൊടുങ്കാറ്റുകൾ എപ്പോഴും മനസ്സിനുള്ളിൽ വീശിയടിക്കുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് എല്ലാം ചുട്ടരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദേഷ്യത്തിന്റെ ഭയാനകമായ ഒരു തീ എപ്പോഴും ആളിക്കത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരാളെ സന്തോഷവാനായി കാണുമ്പോൾ അസൂയയുടെ ശക്തമായ കാറ്റ് നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ തിന്മകളെയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും പവിത്രമായ ഒരു ഉപവാസം പോലെ പുണ്യമായി മാറും. നമ്മുടെ ജീവിതയാത്രയിലെ ഓരോ അടിയും വളരെ മനോഹരമായ സമാധാനത്താൽ നിറയും. നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ അത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും ശരീരം എന്ന യന്ത്രത്തിന് കുറച്ച് സമയത്തേക്ക് വിശ്രമം നൽകുകയും മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി നമ്മുടെ ഉള്ളിൽ വളരുന്ന മോശം ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ മനോഹരമായൊരു വെളിച്ചത്താലും നന്മയുടെ യഥാർത്ഥ പ്രകാശത്താലും തിളങ്ങി നിൽക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും മറ്റുള്ളവരോടുള്ള സ്നേഹവും കരുതലും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് യഥാർത്ഥ വ്രതം ഉണ്ടാകുന്നത്. ചെറിയവരോ വലിയവരോ, പണക്കാരോ പാവപ്പെട്ടവരോ, സാധാരണക്കാരോ വലിയവരോ ആകട്ടെ, എല്ലാവരിലും മനുഷ്യത്വം എപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ഒരിടം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ തന്നേക്കാൾ ചെറുതായോ വലുതായോ കാണാൻ ശ്രമിക്കാത്ത സ്നേഹം നിറഞ്ഞ ഒരു ലോകം. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കിടയിൽ ഇരിക്കാറുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും തിരക്കുകൾക്കിടയിലാകും. എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത ഓട്ടത്തിൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു, എന്നാൽ ബാക്കിയുള്ളവരെല്ലാം പണ്ട് എവിടെയായിരുന്നോ അവിടെ തന്നെ നിൽക്കുകയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ ഒരിക്കലും ഒറ്റപ്പെടലിനെ ഓർത്ത് ഭയപ്പെടരുത്. പകരം വളരെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും തനിച്ച് തന്നെ സ്വന്തം വഴി കണ്ടെത്തണം. ഈ ലോകം വളരെ സ്വാർത്ഥമാണ് എൻ്റെ ഭായി. അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളെ ഓർക്കുകയുള്ളൂ. നിങ്ങളുടെ ആവശ്യം കഴിയുന്ന നിമിഷം അവരുടെ ഓർമ്മശക്തിയും നഷ്ടപ്പെടും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിങ്ങളുടെ സ്വന്തം സ്വഭാവം വീണ്ടും വീണ്ടും മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. പകരം നിങ്ങളുടെ സ്വന്തം പ്രാധാന്യവും വിലയും വർദ്ധിപ്പിക്കുക. ആളുകൾക്ക് നിങ്ങളെ ആവശ്യമാണെന്ന് തോന്നുന്ന തരത്തിൽ നിങ്ങളെ തന്നെ പ്രാപ്തനും ശക്തനുമാക്കുക. നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ ഇവിടത്തെ ഓരോ മനുഷ്യനും മുഖത്തൊരു കള്ളച്ചിരി ഒട്ടിച്ച് നടക്കുന്നത് കാണാം. എന്നാൽ നിങ്ങൾ സത്യമറിയാൻ ശ്രമിച്ചാൽ മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വളരെ ആഴത്തിലുള്ള ഒരു വേദന മറിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവ രണ്ടും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, ചില ആളുകൾ ആ വേദന കാരണം പൂർണ്ണമായും തകർന്നു പോവുകയും തോൽവി സമ്മതിച്ച് ഒരിടത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ചില ബുദ്ധിമാന്മാർ അതേ വേദനയിൽ നിന്ന് തങ്ങളുടെ ശക്തി സംഭരിക്കുകയും ഉള്ളിൽ നിന്ന് തകർന്നിട്ടും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരാകാൻ ഉപദേശിക്കുന്ന പലരെയും നിങ്ങൾ കാണും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരിൽ പലരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരാണെന്ന് കാണാം. അതിനാൽ നിങ്ങൾ തീർച്ചയായും ഒരു നല്ല മനുഷ്യനാവുക. അത് വളരെ നല്ല കാര്യമാണ്.
എന്നാൽ ആളുകൾ നിങ്ങളെ ഒരു മണ്ടനായി കാണാൻ തുടങ്ങുന്ന തരത്തിൽ ഒരിക്കലും അത്രത്തോളം നല്ലവനും നേരുള്ളവനുമാകരുത്. ആളുകൾ നിങ്ങളെ ഉപയോഗിക്കാൻ ധൈര്യപ്പെടുന്ന തരത്തിലും നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്ന തരത്തിലും അത്ര നല്ലവനാകരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ വിധിയിൽ മോശമായ ആളുകളെയോ തെറ്റായ ആളുകളെയോ മുൻകൂട്ടി എഴുതിയിട്ടില്ല. സത്യമെന്തെന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ തെറ്റായ ആളുകളെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അതേ ആളുകൾ നമ്മെ വഞ്ചിച്ചു പോകുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ വിധിയെ പഴിക്കാനും ദൈവത്തോട് പരാതിപ്പെടാനും തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങൾ അമിതമായ പ്രാധാന്യം നൽകിയാൽ, അവനെ ദൈവത്തെ പോലെ ഏറ്റവും മുകളിൽ ഇരുത്തിയാൽ, നിങ്ങൾ അവനില്ലാതെ പൂർണ്ണനല്ലെന്നും അവനില്ലാതെ നിങ്ങൾക്കൊരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്നും ആ മനുഷ്യൻ മനസ്സിൽ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് ഒരിക്കലും ആരുടെ മുന്നിലും കാണിക്കരുത്. നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയുന്നവരും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരും സത്യത്തിൽ നിങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതെന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ വളർന്ന് അവരെക്കാൾ ഒരുപാട് മുന്നിലെത്തുമോ എന്ന ഭയം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ എപ്പോഴും ഒരാളോട് വളരെ നന്നായി പെരുമാറുന്നുണ്ടെങ്കിലും പകരം നിങ്ങൾക്ക് കണ്ണുനീരും വേദനയും മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ നന്മയുടെ യാതൊരു തെറ്റുമില്ല. മറിച്ച് നിങ്ങളുടെ ആ വിലപ്പെട്ട നന്മ നിങ്ങൾ ചൊരിഞ്ഞ ആ സ്ഥലമോ അല്ലെങ്കിൽ ആ വ്യക്തിയോ തിരഞ്ഞെടുത്തതിലാണ് നിങ്ങൾ തെറ്റു ചെയ്തത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം വിലയും തൻ്റെ യഥാർത്ഥ മൂല്യവും തിരിച്ചറിയുന്നതുവരെ ഈ ലോകം മുഴുവൻ അവനെ വളരെ വില കുറഞ്ഞൊരു മനുഷ്യനായി മാത്രമേ കാണുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയുക. നിങ്ങളുടെ നല്ലതും ശ്രേഷ്ഠവുമായ പ്രവർത്തികളിലൂടെ ഈ ലോകത്തിൽ നിങ്ങളുടേതായ ഒരു പ്രത്യേക മൂല്യവും സ്ഥാനവും ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവർ അടിക്കുന്ന കയ്യടികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വില നിശ്ചയിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ബന്ധങ്ങൾ ഒരിക്കലും തനിയെ തകരില്ല. ശരിയായ സമയം വരുമ്പോൾ ആ ബന്ധങ്ങളുടെയും ആളുകളുടെയും യഥാർത്ഥ മുഖം നമ്മുടെ മുന്നിൽ വെളിപ്പെടുമെന്ന് മാത്രം. യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ജീവിതം പങ്കിടാൻ യോഗ്യതയില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെറിയ കാരണം കണ്ടെത്തി നമ്മെ തനിച്ചാക്കി ഒരുപാട് ദൂരേക്ക് പോകും. ഇന്നത്തെ കാലം മാറി എന്ന ആളുകൾ എപ്പോഴും പറയുന്നത് കേൾക്കാം. എന്നാൽ കാലം ഒരിക്കലും മാറുന്നില്ല എന്നതാണ് കൈപ്പേറിയ സത്യം. മറിച്ച് ജീവിതത്തിലെ മോശം സാഹചര്യങ്ങൾ ആ ആളുകളുടെ മുഖത്തെ മുഖമൂടി മാറ്റി അവരുടെ യഥാർത്ഥ മുഖം നമ്മെ കാണിച്ചു തരുന്നു. ഈ സ്വാർത്ഥ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം നമ്മുടെ പ്രതീക്ഷകൾ തകരുമ്പോൾ അത് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ളതും വേദനിപ്പിക്കുന്നതുമായ മുറിവാണ് നൽകുന്നത്. ഈ ലോകം വളരെ ക്രൂരമാണ്. നിങ്ങൾ ചെയ്ത ആയിരക്കണക്കിന് തെറ്റുകൾ ആളുകൾ ഒരിക്കലും ക്ഷമിക്കില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷക്കണക്കിന് നന്മകൾ മറക്കാൻ അവർക്ക് ഒരു നിമിഷം പോലും വേണ്ടിവരില്ല. അതിനാൽ ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ഈ അനാവശ്യ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും എന്നേക്കുമായി പുറത്തെറിയുക. ചിലപ്പോൾ ജീവിതത്തിൽ മിണ്ടാതിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിജയമായി മാറുന്ന അവസരങ്ങളും വരാറുണ്ട്. കാരണം ഓരോ അനാവശ്യ കാര്യത്തിനും നിങ്ങൾ മറുപടി നൽകാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാലിനടിയിൽ ചിന്താഗതിയുള്ള ആ തരംതാണ ആളുകളുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. വളരെ ആവേശത്തോടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ആരോടൊക്കെ പറയുന്നുവോ പലപ്പോഴും ആ ആളുകൾ തന്നെ നിങ്ങൾ ആ സ്വപ്നങ്ങൾ ഒരിക്കലും നിറവേറ്റാതിരിക്കാൻ രഹസ്യമായി ശ്രമിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അവരെക്കാൾ മികച്ചതും വലിയവനുമായൊരു മനുഷ്യനായി മാറുമോ എന്ന ഭയം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ടാകും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പുറം മൂടി കാണിക്കുന്ന ഈ ലോകം ശരിക്കും വളരെ അപകടകരമായ ഒരിടമാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നു. ഇവിടെ ആളുകളുടെ മുഖത്ത് മധുരമുള്ള പുഞ്ചിരിയുണ്ടാകും. എന്നാൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ പരസ്പരം വളരെ ആഴത്തിലുള്ള വെറുപ്പും അസൂയയും വളരുന്നുണ്ടാകും. ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമായും മാറുന്നത് ഒന്നുകിൽ അവൻ്റെ ഹൃദയം വല്ലാതെ തകരുമ്പോഴാണ്, അല്ലെങ്കിൽ അവന് മറ്റൊരാളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുമ്പോഴാണ്. അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ രണ്ട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഒരു മനുഷ്യനെ ഒരു തവണ താഴെ വീഴ്ത്തുമെങ്കിലും പിന്നീട് അവനെ വളരെ നന്നായി താങ്ങി നിർത്തുകയും അവനെ മുമ്പത്തേക്കാൾ കൂടുതൽ ഉറപ്പുള്ളവനും ശക്തനുമാക്കി മാറ്റുകയും ചെയ്യുന്നു. ലോകത്തിന് മുന്നിൽ നിങ്ങളെ തന്നെ എത്രത്തോളം പാവപ്പെട്ടവനായും ദുർബലനായും കാണിക്കുന്നുവോ അത്രത്തോളം ഈ ക്രൂരമായ ലോകം നിങ്ങളെ അടിച്ചമർത്താനും ചവിട്ടിമെതിക്കാനും ശ്രമിക്കും. അതുകൊണ്ട് വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചു മറുപടി പറയാതിരിക്കുന്നതാണ് ബുദ്ധി. എന്നാൽ നിങ്ങളുടെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ ദൗർബല്യം മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു വിനോദമാക്കി മാറ്റാതിരിക്കുകയും ചെയ്യുക. ലോകത്തിനു മുന്നിൽ നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ശരിയാണെന്ന് തെളിയിക്കാനുള്ള നിങ്ങളുടെ ശീലം ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. കാരണം സത്യമെന്തെന്നാൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ എടുത്തു കൊടുത്താലും അവന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. തെറ്റായ ആളുകളെയും സ്വാർത്ഥരായ ആളുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കുമ്പോൾ തുടക്കത്തിൽ നമുക്ക് വലിയ വേദന അനുഭവപ്പെടും. എന്നാൽ എന്നെ വിശ്വസിക്കൂ, കുറച്ചു കഴിയുമ്പോൾ അത്രയും വലിയ ആശ്വാസവും സമാധാനവും നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. കാരണം പുറമേ നോക്കുമ്പോൾ വളരെ മധുരവും നല്ലവരുമായി തോന്നുന്ന ആളുകൾ പലപ്പോഴും തങ്ങളുടെ നെഞ്ചിൽ ഏറ്റവും കൈപ്പേറിയ വിഷം കൊണ്ടു നടക്കുന്നവരായിരിക്കും.
ഈ ലോകത്തുള്ളവർ നിങ്ങളെ എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കൂടുതൽ സന്തോഷിക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ അവരുടെ ചെറിയ ചിന്താഗതിയേക്കാൾ വലിയവനും അപകടകാരിയുമായൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഏതൊരു മനുഷ്യനിലും അമിതമായി അന്ധമായി വിശ്വസിക്കുന്നത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച നിങ്ങളുടെ ദുർബലമായ ഹൃദയം പുറത്തെടുത്ത് ഒരു അപരിചിതന്റെ കൈകളിൽ കൊടുക്കുന്നതിന് തുല്യമാണ്. ആ മനുഷ്യൻ നിങ്ങളുടെ ഗ്ലാസ് ഹൃദയം നിലത്തിട്ട് പൊട്ടിക്കുമ്പോൾ ആ മുറിവിൻ്റെ ഏറ്റവും ഭയാനകമായ വേദന നിങ്ങൾക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. ഈ ലോകത്തുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ എത്രത്തോളം കഠിനമായി ശ്രമിക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യും. അതിനാൽ ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം മുഖത്ത് സന്തോഷം കൊണ്ടുവരാനും നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാനും പഠിക്കുക എന്നതാണ്. ജീവിതത്തിലെ ചില മനോഹരമായ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് കേവലം ഒരാൾ എപ്പോഴും തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും മറ്റേയാൾ അത് കേൾക്കുന്നതായി വെറുതെ അഭിനയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ മൗനവും നിശബ്ദതയുമാണ് ആളുകളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. കാരണം അവർക്ക് യാതൊരു സൂചനയും നൽകാതെ നിങ്ങൾ അവരെക്കാൾ ഒരുപാട് മുന്നിലെത്തുമെന്ന ഭയം അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ വേട്ടയാടാൻ തുടങ്ങും. ജീവിതത്തിൽ വളരെ ആഴത്തിലുള്ളതും ഭയാനകവുമായ ഒരു വേദനയിലൂടെ കടന്നുപോയ ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ വളരെ അപകടകാരിയാണ്. കാരണം ഇപ്പോഴാ മനുഷ്യന് ലോകത്തിലെ ഒന്നിനെയും ഭയമില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു. ആളുകൾ നിങ്ങളെ 2 സാഹചര്യങ്ങളിൽ മാത്രമേ ഓർക്കുകയുള്ളൂ എന്ന കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഒന്ന്, അവർ ജീവിതത്തിൽ വളരെ ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമതായി അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളുടെ സഹായം അത്യാവശ്യമായി വരുമ്പോൾ. ഇന്ന് നിങ്ങളില്ലാതെ സ്വന്തം ജീവിതത്തിൽ വളരെ സന്തോഷവാനായി ചിരിക്കുന്ന ഒരു വ്യക്തി നാളെ നിങ്ങൾ പോയതിൻ്റെ സങ്കടത്തിൽ ദുഃഖിക്കുകയോ കണ്ണീരൊഴുക്കുകയോ ചെയ്യുമെന്ന് ഒരിക്കലും തെറ്റായി പ്രതീക്ഷിക്കരുത്. ഈ ലോകം മുഴുവൻ എടുത്തു നോക്കിയാലും ഏറ്റവും വിഷമയമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഒരാളുടെ മധുരമുള്ള സംസാരവും അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റായ ഉദ്ദേശ്യവും ഒന്നിച്ചു ചേരുന്നതാണ്. തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ വിട്ടുപോകുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണമായി തകർന്നു പോകുന്നില്ല. എന്നാൽ ജീവിതകാലം മുഴുവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് സത്യം ചെയ്ത അതേ മനുഷ്യൻ പൂർണ്ണമായി മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്ന് ശരിക്കും മരിച്ചു പോകുന്നത്. പരസ്പരമുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ ചെടിക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ലെന്നോർക്കുക. ആ ബന്ധം സംരക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം അപേക്ഷിച്ചാലും എത്ര കഠിനാധ്വാനം ചെയ്താലും ശരി. ചില സ്വാർത്ഥരായ ആളുകൾക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഓർക്കുകയുള്ളൂ. നിങ്ങളെക്കൊണ്ടുള്ള അവരുടെ നേട്ടം അവസാനിക്കുന്ന നിമിഷം അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും അവസാനിക്കുകയും ആ ബന്ധം അവിടെ തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദനായിരിക്കാനും മിണ്ടാതിരിക്കാനും പഠിക്കുക. കാരണം ഈ ക്രൂരമായ ലോകത്തിന് നിങ്ങളുടെ വേദനിക്കുന്ന ഭാഗമോ നിങ്ങളുടെ ദൗർബല്യമോ മനസ്സിലായാൽ അവർ അത് പരസ്യമായി പരിഹസിക്കും. ആളുകൾ ഒരിക്കലും മാറുന്നില്ല. അവർ അവരുടെ ജീവിത പുസ്തകത്തിലെ ഒരു താൾ മറിക്കുകയും നിങ്ങളുടെ മുന്നിൽ തികച്ചും പുതിയൊരു കഥാപാത്രമായി അഭിനയിച്ചുകൊണ്ട് മടങ്ങി വരികയും മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരും നിങ്ങളെ വീഴ്ത്തുന്നവരും ആരാണെന്നാൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കഠിനാധ്വാനത്തിലൂടെ അവരുടെ തലയ്ക്ക് മുകളിൽ കയറുമെന്നും അവരെക്കാൾ ഒരുപാട് മുന്നിലെത്തുമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയക്കുന്നവരാണ്. യാതൊരു കാരണവുമില്ലാതെ നിങ്ങളെ തെറ്റുകാരനാക്കാൻ ആളുകൾ തീരുമാനിച്ചുറപ്പിച്ചാൽ നിങ്ങളുടെ വായ അടച്ചുപിടിച്ച് തികച്ചും നിശബ്ദനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയം വളരെ ശക്തമാണ്. യഥാർത്ഥത്തിൽ തെറ്റാരുടേതായിരുന്നു എന്ന് ഒരു ദിവസം അത് തന്നെ ഉറക്കെ വിളിച്ചു പറയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ നല്ല മനുഷ്യനായാലും 1000 പുണ്യങ്ങൾ ചെയ്താലും നിങ്ങളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരനായ ആ ദിവസം വെച്ചായിരിക്കും ആളുകൾ നിങ്ങളെ എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് വഴിയിൽ കാണുന്ന ഓരോ മനുഷ്യനോടും ന്യായീകരണം പറയുന്ന നിങ്ങളുടെ ഈ പഴയ ശീലം ഇന്ന് തന്നെ ഉപേക്ഷിക്കുക. ആർക്കും പെട്ടെന്നൊരു ദിവസം തീരെ സമയമില്ലാത്ത തരത്തിൽ അത്ര വലിയ തിരക്കുകളുണ്ടാകില്ല. സത്യമെന്തെന്നാൽ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനും ബന്ധം വേർപെടുത്താനുമുള്ള എന്തെങ്കിലും ഒഴികഴിവ് കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങളെ വിലമതിക്കാത്ത, നിങ്ങളെ നിസ്സാരമായി കാണുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നാളെ നിങ്ങളുടെ അഭാവം സ്വയം ഉറക്കെ സംസാരിക്കുമെന്ന് എന്നെ വിശ്വസിക്കൂ. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതികാരം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ താഴെ വീഴ്ത്തിയ മനുഷ്യൻ നിങ്ങളെ അത്രയും ഉയരത്തിൽ കണ്ട് സ്വയം നിശബ്ദനാകുകയും അസൂയപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുകയും മുന്നോട്ടു പോകുകയും ചെയ്യുകയെന്നതാണ്. ചിലപ്പോൾ ചില ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരനായി ചിത്രീകരിക്കുന്നത് അവരുടെ സ്വന്തം പൊള്ളയായ നന്മ ആളുകളുടെ കണ്ണിൽ വളരെ വലുതായി കാണുന്നതിന് വേണ്ടിയാണ്. അതിനാൽ നിങ്ങളുടെ സത്യത്തെ ശാന്തമായിരിക്കാൻ അനുവദിക്കുക. കാരണം സത്യത്തിന് നിലവിളിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ശരിയായ സമയം ഒരു ദിവസം തീർച്ചയായും വരും. നിങ്ങളെയും നിങ്ങളുടെ വാക്കുകളെയും മനസ്സിലാക്കാൻ അല്പം പോലും ശ്രമിക്കാത്തൊരു മനുഷ്യനു വേണ്ടി നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നതിന് തുല്യമാണ്. പാവപ്പെട്ടവരോ ആവശ്യക്കാരോ ആയ ആരെയും സഹായിച്ചിട്ട് അതിലൊരിക്കലും നിങ്ങളുടെ ഔദാര്യം കാണിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നന്മയുടെ മനോഹരമായ വസ്ത്രങ്ങൾക്കിടയിലും ആളുകൾ നിങ്ങളുടെ സ്വാർത്ഥതയുടെ കറുത്ത പാട് കണ്ടെത്തുക തന്നെ ചെയ്യും.
വഴിയിൽ കാണുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള ഈ അനാവശ്യ ശ്രമത്തിൽ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും ഇപ്പോൾ നിർത്തുക. കാരണം അവസാനം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എല്ലാവരും ചേർന്ന് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തും. നിങ്ങളുടെ സങ്കടങ്ങൾ ആളുകളുടെ മുന്നിൽ പറഞ്ഞു കരഞ്ഞാൽ അവർ നിങ്ങളെ ഒരുപാട് പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ വേദന ഉള്ളിലൊതുക്കി നിങ്ങൾ നിശബ്ദനായിരുന്നാൽ അതേ ആളുകൾ നിങ്ങളെ ശക്തനായ മനുഷ്യനെന്ന് വിളിക്കും. അതുകൊണ്ട് കരയുന്ന ദുർബലനായ മനുഷ്യനല്ല, മറിച്ച് പാറ പോലെ ഉറപ്പുള്ള ശക്തനായ മനുഷ്യനാകൂ. എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ശീലിച്ച മനുഷ്യൻ തന്നെ ഒരു ദിവസം നിങ്ങളെ ഏറ്റവും കൂടുതൽ അവഗണിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ണാടി പോലെ ശുദ്ധമായ ഹൃദയമുള്ളവർ പലപ്പോഴും അഴുക്കു നിറഞ്ഞതും തന്ത്രശാലികളുമായ മനസ്സുള്ളവരുടെ ലക്ഷ്യമായി മാറാറുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ദിവസം മുഴുവനുള്ള സമയത്തിൽ നിന്ന് കുറച്ചു സമയം പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നില്ലെങ്കിൽ ആ കുറച്ചു സമയത്തിന് പോലും നിങ്ങൾ അവന് യോഗ്യനല്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദൗർബല്യം കണ്ടെത്തുക, എന്നിട്ട് ആ ദൗർബല്യം തന്നെ ആയുധമാക്കി നിങ്ങളെ നിലം പരിശാക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും പഴയതും മോശവുമായ രീതിയാണ്. ഒരിക്കലും ഒരാളുടെ സൗന്ദര്യമുള്ള മുഖം കണ്ട് മയങ്ങരുത്, മറിച്ച് എപ്പോഴും അവൻ്റെ പെരുമാറ്റവും സ്വഭാവവും ഓർക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സത്യം അവൻ്റെ മുഖത്തല്ല, മറിച്ച് അവൻ്റെ പെരുമാറ്റത്തിലാണ് മറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആളുകൾ നാവുകൊണ്ടൊന്നു പറയുകയും യഥാർത്ഥത്തിൽ മറ്റൊന്ന് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ മധുരമുള്ള വാക്കുകളെ ഒട്ടും വിശ്വസിക്കരുത്, മറിച്ച് അവരുടെ പ്രവൃത്തികളെയും കർമ്മങ്ങളെയും വിശ്വസിക്കുക. മറ്റൊരാളെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനിടയിൽ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം അസ്തിത്വം മറക്കരുത്. കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് തകർന്ന് ചിതറുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനു പകരം ആ ആളുകൾ തന്നെ ആയിരിക്കും അവിടെ നിന്നും ആദ്യം അപ്രത്യക്ഷരാകുക. ഓർക്കുക, നിങ്ങൾ താഴെ വീഴുമ്പോൾ ആരാണോ ഏറ്റവും ഉച്ചത്തിൽ ചിരിക്കുന്നത്, നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത്രത്തോളം താഴരുത്, മറ്റുള്ളവർ നിങ്ങളെ കാലിൽ വീണ ഒരു മനുഷ്യനായി കാണുന്ന തരത്തിൽ. ഒരു മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും ആശ്വാസവും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം സ്നേഹമായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ തലയിലുള്ള ഒരു വലിയ ഭാരമായിരുന്നുവെന്ന് ഉറപ്പായി മനസ്സിലാക്കുക. ഈ ലോകം നിങ്ങളുടെ അടഞ്ഞ കണ്ണുകൾ കൊണ്ട് കണ്ട സ്വപ്നങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല, മറിച്ച് നിങ്ങളുടെ തുറന്ന കണ്ണുകൾ കൊണ്ട് നേടിയ വിജയങ്ങളെ മാത്രമാണ് അത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നാവുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കുറയ്ക്കുകയും നിങ്ങളുടെ കൈകൾ കൊണ്ട് കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്നത് കൂട്ടുകയും ചെയ്യുക. ചിലർ നിങ്ങളെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ഒരേയൊരു കാരണം കൊണ്ടാണ്. നിങ്ങൾ വളരെ ശക്തനാണെന്നും അവരില്ലാതെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ടു പോകുമെന്നും അവർക്ക് നന്നായി അറിയാം. ബന്ധങ്ങൾ നിലനിർത്താൻ ഓരോ തവണയും നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കാലടികൾ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ആ സ്ഥാനത്ത് നിർത്തുക. നിങ്ങളെപ്പോലെ തന്നെ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾക്കായി കാലടികൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഹൃദയം എളുപ്പത്തിൽ തകർത്ത് സ്വന്തം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന തരത്തിൽ ഒരിക്കലും ആരുമായും ഹൃദയത്തിൽ നിന്ന് അത്രത്തോളം അടുക്കരുത്. അപ്പോൾ നിങ്ങൾ തകർന്ന ഗ്ലാസ് പോലെ വഴിയിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാകും. ഏതെങ്കിലും ഒരു മനുഷ്യനു വേണ്ടി നിങ്ങളുടെ സ്വന്തം സന്തോഷം മറന്ന് നിങ്ങളുടെ എല്ലാം നിങ്ങൾ പണയപ്പെടുത്തുമ്പോൾ ആ മനുഷ്യൻ അതിനെ നിങ്ങളുടെ ഗതികേടും ശീലവുമാക്കി മാറ്റുന്നു. എന്നിട്ട് ഒരു ദിവസം ഇതേ ആളുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ലാത്തതുപോലെ നിങ്ങളെ പിന്നിലൊരു ചോദ്യചിഹ്നമാക്കി ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മടിത്തട്ടിൽ സന്തോഷങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ നിറയ്ക്കുകയാണോ എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ ജീവിതത്തിലെ കടങ്കഥയിൽ നിങ്ങൾ കൃത്യമായി ചേരുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ അംഗീകരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള പാതയിൽ നിങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം ആളുകൾ നിങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി ലോകത്തിനു മുന്നിൽ നിങ്ങളെ തെറ്റുകാരനാക്കാൻ തുടങ്ങും. നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളെയും ലോലമായ മനസ്സിലെ വിചാരങ്ങളെയും നിങ്ങളുടെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന യഥാർത്ഥ കണ്ണുനീരിന് വെറും ഒരു നാടകമായി മാത്രം കാണുന്ന ഒരാളുടെ കൈകളിൽ ഒരിക്കലും ഏൽപ്പിക്കരുത്. നിങ്ങളുടെ ആഴത്തിലുള്ള വേദനയെ പരസ്യമായി പരിഹസിക്കുകയും നിങ്ങൾ കരയുന്നതു കണ്ട് പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരിക്കലും നിങ്ങളുടെ സ്വന്തമാകാൻ കഴിയില്ല. ഈ സ്വാർത്ഥ ലോകത്തിൽ യാത്രയുടെ വഴി വളരെ എളുപ്പമാണെന്ന് തോന്നുന്നിടത്തോളം കാലം മാത്രമേ ആളുകൾ നിങ്ങളോടൊപ്പം നടക്കുകയുള്ളൂ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും മുള്ളുകളും വരുമ്പോൾ അതേ ആളുകൾ വളരെ തന്ത്രപൂർവ്വം നിങ്ങളിൽ നിന്ന് അകന്നു മാറുകയും നിങ്ങൾ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കുകയും ചെയ്യും. നിങ്ങൾ പറഞ്ഞ സത്യം ഒരു വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഒരു തരിമ്പ് പോലും തെറ്റില്ല. മറിച്ച്
മറിച്ച് യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ പുറമോടി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മാത്രമാണ് ആ തെറ്റ്. ആളുകൾ പലപ്പോഴും കള്ളം പറയുന്നവനും വഞ്ചകനുമായൊരു മനുഷ്യനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം ആ ആളുകൾക്ക് സ്വന്തമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം സഹിക്കാനുള്ള ധൈര്യമില്ല. ചിലപ്പോൾ ജീവിതത്തിൽ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലുതും അപകടകരവുമായ ശക്തിയായി മാറുന്നു. കാരണം ഈ മൗനം ഒരു മനുഷ്യനെ ഉള്ളിൽ നിന്ന് വളരെ വിവേകമുള്ളവനാക്കുകയും മറ്റുള്ളവരുടെ മുഖത്തെ മുഖമൂടികൾ അഴിച്ച് അവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെറുമൊരു ശീലമായി മാത്രം അവശേഷിക്കുന്നു. അവയിൽ യഥാർത്ഥ സ്നേഹമൊന്നും ഉണ്ടാകില്ല. കാലക്രമേണ ആ ശീലം മാറുമ്പോൾ അതേ ബന്ധം നമ്മുടെ ചുമലിലെ ഭാരമുള്ളൊരു ചുമട് പോലെ തോന്നാൻ തുടങ്ങും. അതിനാൽ മറ്റൊരാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ പുറകിൽ നിന്ന് എപ്പോഴും കുറ്റം പറയുകയും കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ അവരെക്കാൾ ഒരുപാട് മുന്നിലെത്തിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പുറകിൽ നിന്ന് കുരയ്ക്കുന്നതെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ നന്മ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ കാണിക്കരുത്. അല്ലെങ്കിൽ അതേ ആളുകൾ നിങ്ങളുടെ സത്യത്തെ ഒരു വലിയ നുണയായി ചിത്രീകരിച്ച് നിങ്ങളെ തനിച്ചാക്കും. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് നിങ്ങൾ തളർന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിലെ നിസ്സഹായതകളും ദാരിദ്ര്യവും ഒരിക്കലും ആരുടെയും മുന്നിൽ ഒരു തമാശയായി പറയരുത്. കാരണം ഈ ലോകം വളരെ ക്രൂരമാണ്. അത് നിങ്ങളുടെ ആ നിസ്സഹായതയെ നിങ്ങളുടെ ദൗർബല്യമാക്കി മാറ്റുകയും പിന്നീട് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. ഒരു ബന്ധം തകരുന്നതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മാറുമ്പോഴാണ്. ഇന്നലെ വരെ നിന്നെ ജീവനായി കണ്ടിരുന്ന അതേ മനുഷ്യൻ ഒരു ദിവസം തികച്ചും അപരിചിതനായി നിന്റെ മുന്നിലൂടെ മിണ്ടാതെ കടന്നു പോകുന്നു. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം സ്വഭാവം എത്രത്തോളം മാറ്റുന്നുവോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ വില കുറഞ്ഞവനായും അനാവശ്യനായുമാണ് കണക്കാക്കാൻ തുടങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസ്തിത്വം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബന്ധം നിർബന്ധിച്ചു നിലനിർത്താനുള്ള ഈ മണ്ടത്തരം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ മൗനം മനസ്സിലാക്കിയിരുന്ന അത്രയും സവിശേഷമായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്തെ വാക്കുകൾക്കും സംസാരിക്കുന്നതിനും യാതൊരു അർത്ഥവുമില്ലെന്ന സത്യം നിങ്ങൾക്ക് ആഴത്തിൽ ബോധ്യമാകും. ചില ആളുകളുടെ മധുരമുള്ള പുഞ്ചിരിയിൽ അത്രത്തോളം അപകടകരമായ വിഷം നിറഞ്ഞിരിക്കും. അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ അവരുടെ ഹൃദയത്തിൻ്റെ വൈരൂപ്യം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. മോശവും കഠിനവുമായ സമയങ്ങളിൽ താഴെ വീഴാതെ നിങ്ങൾ ആരെയാണോ സംരക്ഷിച്ചതും താങ്ങി നിർത്തിയതും പലപ്പോഴും ആ ആളുകൾ തന്നെ അവരുടെ നല്ല സമയം വരുമ്പോൾ നിങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ ഒരു കുറവും വരുത്തില്ല. അതിനാൽ നിങ്ങളുടെ ആ വിശ്വാസം തകർത്ത് സ്വന്തമായി അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അത്രത്തോളം അന്ധമായി വിശ്വസിക്കരുത്. ആരെങ്കിലും പെട്ടെന്ന് മാറുന്നത് ഹൃദയത്തെ അത്രത്തോളം വേദനിപ്പിക്കില്ല. ഒരു മനുഷ്യന് യഥാർത്ഥ വേദനയുണ്ടാകുന്നത് നിങ്ങൾ അവൻ്റെ ആ തരംതാണ യഥാർത്ഥ മുഖം നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ഓർമ്മ വരുമ്പോൾ മാത്രം നിങ്ങളെ ഫോൺ ചെയ്യുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കാണുന്നത് ഒഴിവാക്കാൻ മെസ്സേജ് അയച്ച് 1000 കാരണങ്ങൾ കണ്ടെത്തും. എന്നാൽ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ യഥാർത്ഥമായി കരുതുന്ന ഒരു വ്യക്തി ഒരിക്കലും കാരണങ്ങൾ തേടില്ല. മറിച്ച് അവൻ 7 കടലുകൾക്കപ്പുറത്ത് നിന്നാണെങ്കിലും നിങ്ങളെ കാണാനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. ഏത് ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ നടന്നാണോ നിങ്ങൾ അവരുമായുള്ള ബന്ധം നിലനിർത്തിയത്, ഇന്ന് അതേ വഴികളിലൂടെ നടന്ന് അവർ നിങ്ങളിൽ നിന്നുള്ള ദൂരം കാതങ്ങളോളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. നിങ്ങളോടൊപ്പം ജീവിതം പങ്കിടാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തി ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പുറമേ നിന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ലോകം പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര വലിയ വേദനയാണ് സഹിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആരും അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പോരാട്ടം നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരും. കാരണം നിങ്ങൾ ഈ യുദ്ധം ജയിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രശംസയും നിങ്ങൾ തന്നെ എടുക്കേണ്ടതാണ്. മറ്റുള്ളവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിലും അവരെ സന്തോഷിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ അകന്നു പോവുകയും നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള ശരിയായ സമയമായി എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിലാണ് മറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം കരഞ്ഞു കാണിക്കുന്നുവോ അത്രത്തോളം മാത്രമേ ആളുകൾക്ക് നിങ്ങളുടെ ഉള്ളിലെ വേദന ഊഹിക്കാൻ കഴിയൂ. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഴത്തിലുള്ള മുറിവുകൾ ഈ ക്രൂരമായ ആളുകളുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറച്ചു വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ മുറിവിൽ ഉപ്പ് തേക്കാനുള്ള ഒരവസരവും അവരൊരിക്കലും പാഴാക്കില്ല. നിങ്ങളുടെ മൗനവും നിശബ്ദതയും ഒരാൾക്കൊരു മുള്ളു പോലെ തറയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വില നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ആ ആളുകളെ നിങ്ങളിലൊരു വ്യാജ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ അലട്ടാൻ തുടങ്ങിയിരിക്കുന്നു.
ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഒരു ബന്ധവും ഒരു ദിവസം പോലും നിലനിൽക്കില്ലെന്ന് ഈ ലോകം മുഴുവൻ പറയുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം യഥാർത്ഥ ബഹുമാനവും ഉറപ്പുള്ള വിശ്വാസവുമില്ലാതെ ഒരു ബന്ധവും ഒരിക്കലും നിലനിൽക്കില്ല എന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഇത്ര മാത്രമായിരിക്കും. നിങ്ങളുടെ പൂർണ്ണമായ സത്യസന്ധമായ ഹൃദയത്തോടെ നിങ്ങൾ ഒരാളുമായി സ്നേഹത്തിലാകുന്നു. എന്നാൽ നിങ്ങളുടെ മുന്നിലുള്ള തന്ത്രശാലിയായ ആ വ്യക്തി തൻ്റെ ബുദ്ധി കൊണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തെറ്റായ ആളുകൾ എപ്പോഴും രണ്ട് വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഒന്ന്, ഏതു മനുഷ്യനാണ് നമ്മുടെ സ്നേഹത്തിന് ഒട്ടും അർഹതയില്ലാത്തതെന്നത്. രണ്ടാമത്തേത്, ഏതു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ നമുക്ക് അർഹനായതെന്നത്. ജീവിതത്തിൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആഴത്തിൽ മനസ്സിലാക്കാൻ മാത്രം പഠിക്കുക. നിങ്ങളുടെ തുറന്ന കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ പ്രകാശം നിങ്ങളോട് അസൂയപ്പെടുന്ന ആളുകളെ ഒരിക്കലും കാണിക്കരുത്. കാരണം ഇരുട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ട്. അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിങ്ങളെയും ആ കൂരിരുട്ടിലേക്ക് വലിച്ചിഴയ്ക്കാൻ അവർ ശ്രമിക്കും. നിങ്ങളുടെ ജീവിത പുസ്തകം തുറന്ന് എത്രത്തോളം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആളുകളോട് പറയുന്നുവോ അത്രത്തോളം നിങ്ങളെ താഴെ വീഴ്ത്താനുള്ള പുതിയതും മോശവുമായ വഴികൾ അവർ കണ്ടെത്തും. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ എപ്പോഴും ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ തോൽവിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന അതേ മനുഷ്യൻ നാളെ നിങ്ങളുടെ ഉജ്ജ്വലമായ വിജയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിയെരിഞ്ഞ് പൂർണ്ണമായും നിശബ്ദനാകും. ആളുകളുടെ വ്യാജമുഖങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അവരുടെ യഥാർത്ഥ വികാരങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഏതൊരു മനുഷ്യനും തൻ്റെ സ്വന്തം സന്തോഷം മറ്റൊരാളുടെ അംഗീകാരത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖിതനായിരിക്കുമെന്ന്. നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറ്റുള്ളവരുടെ പേരിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സത്പ്രവൃത്തികളിലൂടെ സൃഷ്ടിക്കുക. ആ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് ഒരിക്കലും ആരോടും കാണിക്കരുത്. അല്ലെങ്കിൽ ആ തന്ത്രശാലിയായ മനുഷ്യൻ നിങ്ങളെ തൻ്റെ ഏറ്റവും വലിയ കുറവായി മനസ്സിലാക്കി ഒരു നിമിഷം പോലും വൈകാതെ നിങ്ങളെ തനിച്ചാക്കി പോകും. ഇന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഒട്ടും ഭയപ്പെടാത്ത വ്യക്തി നാളെ അവൻ ആഗ്രഹിച്ചാലും നിങ്ങളെ വീണ്ടും കണ്ടെത്താൻ കഴിയില്ലെന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ വളരെ വ്യക്തവും കൈപ്പേറിയതുമായൊരു സത്യമാണ്. നിങ്ങളുടെ ബഹുമാനവും ആത്മാഭിമാനവും ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും കാലിൽ സമർപ്പിക്കരുത്. കാരണം ആ മനുഷ്യൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ദിവസം നിങ്ങളുടെ സ്വന്തം കണ്ണുകളിൽ തന്നെ നിങ്ങൾ വളരാതെ താഴോട്ട് പോകും. നിങ്ങൾക്ക് സ്വന്തം മുഖത്ത് നോക്കാൻ പോലും കഴിയില്ല. നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എന്ത് കൊടുങ്കാറ്റാണ് വീശുന്നതെന്ന് പുറത്തുള്ള ഈ ആളുകളെ ഒരിക്കലും അറിയിക്കരുത്. നിങ്ങളുടെ വേദന കണ്ട് അസൂയപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾക്ക് കൂടുതൽ വേദന നൽകി നിങ്ങളെ ചുട്ടരിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത്. ചില സ്വാർത്ഥരായ ആളുകൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് വെറുമൊരു കാരണം കണ്ടാണ്. നിങ്ങൾ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും തകർന്നാലും അവരെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ലെന്നവർക്ക് വളരെ നന്നായി അറിയാം. പരസ്പരം സംസാരിക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹമുള്ളിടത്താണ് ലോകത്തിലെ ബന്ധങ്ങൾ ഏറ്റവും മനോഹരമാകുന്നത്. അല്ലാതെ സംസാരിക്കുന്നത് ഒരു ബാധ്യതയാകുന്നിടത്തല്ല. പൂർണ്ണമായ സത്യസന്ധമായ ഹൃദയത്തോടെ ബന്ധങ്ങൾ നിലനിർത്തുന്നിടത്താണ് സ്നേഹമുള്ളത്. അല്ലാതെ പരസ്പരം സ്വന്തം പദവിയും സ്ഥാനവും കാണിച്ച് നിലനിർത്തുന്നിടത്തല്ല. ആരെങ്കിലും നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സന്തോഷവാനാണെങ്കിൽ അവരെ വീണ്ടും തേടിപ്പിടിച്ച് ഒട്ടും ബുദ്ധിമുട്ടിക്കരുത്. സത്യമെന്തെന്നാൽ ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല, മറിച്ച് അവൻ നിങ്ങളെ ഉപയോഗിക്കുന്നതിനെയാണ് സ്നേഹിച്ചിരുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും ആളുകൾ നിങ്ങളെ എപ്പോഴും ഓർക്കുക. നിങ്ങൾ എത്ര തവണ അവരുടെ മോശം സമയങ്ങളിൽ അവരോടൊപ്പം നിന്നു, അവർക്ക് വേണ്ടി ഒരു പരിചയമായി നിന്നു എന്നത് ഒരു മനുഷ്യനും ഓർക്കില്ല. നിങ്ങളുടെ കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർത്ത്, അതായത് നിങ്ങളുടെ ഭൂതകാലത്തെ ഓർത്ത് ബുദ്ധിമുട്ടുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായി നിങ്ങളുടെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. യാതൊരു കാരണവുമില്ലാതെ ബന്ധങ്ങൾ പെട്ടെന്നൊരിക്കലും തകരില്ല. പലപ്പോഴും ആ ബന്ധത്തിൽ ലഭിക്കുന്ന സൂചനകളും അടയാളങ്ങളും നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് നമുക്ക് വലിയൊരു ചതി കിട്ടുമ്പോഴാണ് എല്ലാ തെറ്റും യഥാർത്ഥത്തിൽ നമ്മുടേത് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ചില ആളുകൾ നിങ്ങളുടെ ജീവിത കഥയുടെ ഭാഗമാകാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളുടെ ജീവിത പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകൾ വലിച്ചു കീറുകയും അവരുടെ സ്വന്തം കഥയിൽ നിങ്ങളെ വലിയൊരു വില്ലനാക്കുകയും ചെയ്യുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുമ്പോൾ അവർക്ക് നല്ലതായി തോന്നാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഒരേ ഒരു ബന്ധത്തിൽ നിങ്ങൾ മാത്രം വീണ്ടും വീണ്ടും തകർന്നാലും ആ ബന്ധം ഒരു നൂലുകൊണ്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം നിങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. ഇത്രയും തകർന്നൊരു മനുഷ്യനെ ഇപ്പോൾ ആരു വന്ന് താങ്ങി നിർത്തുമെന്ന് ചിന്തിക്കാൻ പോലും നിങ്ങളുടെ മുന്നിലുള്ള ആ വ്യക്തി തയ്യാറാകില്ല. സ്വന്തം ആവശ്യം നിറവേറ്റാൻ ആരുടെയെങ്കിലും സഹായം വേണ്ടിവരുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ ഓർക്കുന്നത്. അവരുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ അവർ നിങ്ങളെ മറക്കുന്നു. അതിനാൽ മറ്റുള്ളവരുടെ സ്വാർത്ഥ ആവശ്യങ്ങളുടെ ത്രാസിൽ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം വില അളക്കരുത്. നമ്മെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം പോലും നമ്മെക്കുറിച്ച് ചിന്തിച്ച് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനു വേണ്ടി ചിലപ്പോൾ നമ്മൾ രാത്രിയുടെ ഇരുട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കും.
ഇതൊരു യഥാർത്ഥ സ്നേഹമല്ല സുഹൃത്തെ, മറിച്ചിത് സ്വന്തം ഹൃദയത്തോട് തന്നെ ചെയ്യുന്ന വളരെ വലിയൊരു അനീതിയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾ എത്ര ശരിയായ കാര്യങ്ങൾ ചെയ്താലും ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് അബദ്ധത്തിലൊരു തെറ്റോ വീഴ്ചയോ സംഭവിച്ചാൽ ആളുകൾ നിങ്ങളുടെ ആ ഒരൊറ്റ തെറ്റിനെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനുമുള്ള അടയാളമാക്കും. നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ നന്മയെ കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടിലും വലിയ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തും. അതിനാൽ അവരുടെ വ്യാജമായ കണ്ണുകളിലല്ല, മറിച്ച് സ്വന്തം കണ്ണുകളിലും ദൈവത്തിൻ്റെ കണ്ണുകളിലും എപ്പോഴും ശരിയായ ഒരു മനുഷ്യനാകുക. നിങ്ങളുടെ പുഞ്ചിരി പോലും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനും എല്ലാ രാത്രിയും നിങ്ങളെ കരയാൻ ശീലിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു മനുഷ്യനും അത്രത്തോളം അവകാശം ഒരിക്കലും നൽകരുത്. ആളുകൾ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാനും ഗൂഢാലോചനകൾ നടത്താനും തുടങ്ങിയാൽ നിങ്ങൾ ജീവിതത്തിൽ വളരെ വലിയൊരു ലക്ഷ്യം നേടാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ച് തെറ്റായതും വൃത്തികെട്ടതുമായ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനാണ്. കാരണം നിങ്ങൾ അവനേക്കാൾ കൂടുതൽ കഴിവുള്ളവനും മികച്ചവനുമായ ഒരു മനുഷ്യനാണെന്ന് അവന് വളരെ നന്നായി അറിയാം. ഒരിക്കലും ഒരു മനുഷ്യനെ അവൻ്റെ അർഹതയ്ക്കും പരിധിക്കും അപ്പുറം വിലമതിക്കരുത്. ആളുകൾ എപ്പോഴും നല്ല കാര്യങ്ങളെ വിലമതിക്കാറില്ല, മറിച്ച് അവർ ആ കാര്യങ്ങളുടെ വിപണി മൂല്യത്തെ മാത്രമാണ് വിലമതിക്കുന്നത്. ചിലർ നിങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴും എന്തൊരു വിലപ്പെട്ട രത്നമാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. തങ്ങളുടെ ഈ തെറ്റവർ മനസ്സിലാക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാകും. നിങ്ങൾ മറ്റൊരാളുടെ മുഖത്തെ മനോഹരമായ പുഞ്ചിരിയായി മാറിയിട്ടുണ്ടാകും. ജീവിതത്തിൽ അതിദാരുണമായ ഒരു വേദനയിലൂടെ കടന്നുപോയ ലോകത്തിലെ ഓരോ മനുഷ്യനും വളരെ അപകടകാരിയാണ്. കാരണം പിന്നീട് ആ മനുഷ്യന് യാതൊന്നിനെയും ഭയമില്ല, എത്ര വലിയ മനുഷ്യനെയും അവന് പേടിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആഴത്തിലുള്ള നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും മൂർച്ചയേറിയതും ശക്തവുമായ മറുപടി. കാരണം ആ മൗനം മുന്നിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് അവനോടൊന്നും പറയാതെ തന്നെ വളരെ നന്നായി പറഞ്ഞുകൊടുക്കും. പ്രണയത്തിൽ നിങ്ങളുടെ ലോകം മുഴുവൻ അവരാണെന്ന് നിങ്ങൾ കരുതുന്നവർ പലപ്പോഴും ഒരു ദിവസം മറ്റാരുടെയോ പുതിയ ലോകത്തിൽ പോയി മറയുന്നു. അതിനാൽ നിങ്ങളുടെ സ്നേഹം തന്നെ മറന്നുപോകാൻ തക്കവണ്ണം ആർക്കും അത്രയധികം അവകാശം നൽകരുത്. ബന്ധങ്ങളിൽ പരസ്പരമുള്ള ബഹുമാനം പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ അവിടെ യഥാർത്ഥ സ്നേഹവും ശ്വാസം മുട്ടിമരിക്കുന്നു. പിന്നെ ആ സ്നേഹം നിലനിർത്താൻ നിങ്ങൾ എത്രയൊക്കെ കെഞ്ചി ചോദിച്ചാലും എത്ര ശ്രമിച്ചാലും ഒരു കാര്യവുമില്ല. ഊന്ത് നിറം മാറുന്നത് പോലെ അവൻ മാറുമ്പോൾ സങ്കടം സഹിക്കാനാവാതെ കണ്ണാടിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു മനുഷ്യനിലും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളോടൊന്നും പറയാതെ തന്നെ ഒരാൾ നിങ്ങളോടുള്ള പെരുമാറ്റം മാറ്റുകയാണെങ്കിൽ അവൻ്റെ യഥാർത്ഥ മുഖം അന്വേഷിക്കുന്നതിൽ നിങ്ങളെ തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിർത്താതെ സന്തോഷത്തോടെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ആളുകൾ നിങ്ങൾ ചെയ്ത പ്രവർത്തികളല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച ഫലങ്ങളെ മാത്രമാണ് അവർ നോക്കുന്നത്. അതിനാൽ നാവുകൊണ്ട് സംസാരിക്കുന്നത് കുറയ്ക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച ഫലങ്ങളെ ലോകം മുഴുവൻ വിളിച്ചു പറയാൻ അനുവദിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ചില ഗതികേടിൻ്റെ കള്ളപ്പേരിട്ട് ആളുകൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നാൽ അവർ നമ്മോടൊപ്പം നിൽക്കാനുള്ള തങ്ങളുടെ പഴയ കാരണം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ദുർബലമായ ഹൃദയത്തിൽ നിങ്ങൾ ആർക്കാണോ ഏറ്റവും സവിശേഷമായ സ്ഥാനം നൽകുന്നത്, പലപ്പോഴും ആ ഹൃദയം തകർക്കുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അവരായിരിക്കും. കാരണം അവർ നിങ്ങളെ തകർക്കുമ്പോൾ നിങ്ങൾക്ക് കരകയറാനും തിരികെ എഴുന്നേൽക്കാനും ഒരുപാട് സമയമെടുക്കുമെന്ന് അവർക്കറിയാം. ഏതെങ്കിലും ഒരു തെറ്റായ മനുഷ്യനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ രാത്രികളിൽ കരയുന്നത് നിർത്തുക. കാരണം സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വലിയൊരു ഭാരം നിങ്ങൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഈ ആളുകൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരിത്തിരി സമയം പോലും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമഘട്ടം വന്നാൽ ഉടനെ തന്നെ എല്ലാവരും വലിയ ജ്ഞാനികളായ ജഡ്ജിമാരായി വന്ന് ശരിയും തെറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരും. അതിനാൽ നിങ്ങളുടെ സന്തോഷങ്ങൾ എപ്പോഴും നല്ലൊരു മനുഷ്യനുമായി പങ്കിടേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ ഒരിക്കലും ആരോടും വ്യാജമായ പ്രതീക്ഷകൾ വയ്ക്കരുത്. നിങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളിൽ ആയിരക്കണക്കിന് മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പിന്നാലെ നടന്ന് ഒരിക്കലും നിങ്ങളുടെ സ്വന്തം വില കളയരുത്. കാരണം ഒരു ബന്ധത്തിൽ നിങ്ങളുടെ സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്നുവെങ്കിൽ അവിടെ ആ മനുഷ്യനോടൊപ്പം നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചിലർ നിങ്ങളുടെ ഉള്ളിലെ നന്മ കണ്ടിട്ടല്ല, നിങ്ങളുടെ മാന്യതയും നിശബ്ദതയും കണ്ട് നിങ്ങളെ ഒരു ദുർബലനായ മനുഷ്യനായി കണക്കാക്കുന്നു. എന്നാൽ ആ വിഡ്ഢികൾക്ക് ഒരു കാര്യം തീരെ അറിയില്ല. നിശബ്ദനായിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്.
നിങ്ങളുടെ സ്വന്തം പോരായ്മകൾ കണ്ട് സ്വയം നന്നാക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളെ മോശക്കാരനെന്ന് വിളിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ അവരുടെ വ്യാജ പ്രതീക്ഷകൾക്കൊത്ത് അവരുടെ പാവയായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് സ്വന്തം കാലിലാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെപ്പോഴും ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം പോലും നിങ്ങൾക്കൊരു അപരിചിതനെ പോലെ തോന്നുന്ന അവസ്ഥ വരും. അതിനാൽ ലോകത്തിലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. ആളുകൾ എപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റിനെ ഒരു വലിയ മൈക്രോസ്കോപ്പ് വെച്ച് വളരെ ശ്രദ്ധയോടെ നോക്കും. എന്നാൽ നിങ്ങളുടെ നന്മയുടെ കാര്യം വരുമ്പോൾ അവർ അതൊരു ബൈനോക്കുലർ വെച്ച് പോലും നോക്കില്ല. അതിനാൽ ഈ അനാവശ്യ ആളുകളുടെ ചിന്തകൾക്കനുസരിച്ച് ഒരിക്കലും നിങ്ങളെ തന്നെ മാറ്റാൻ ശ്രമിക്കരുത്. ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ആർക്കും തീരെ മനസ്സിലാകില്ല. എന്നാൽ നമ്മുടെ ആഴത്തിലുള്ള മൗനം ഒന്നും പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനാൽ എല്ലാ കാര്യങ്ങൾക്കും വായ തുറന്നു തന്നെ മറുപടി പറയണമെന്നില്ല. ഇന്ന് ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്ന അതേ മനുഷ്യൻ നാളെ അവൻ ആവശ്യമായി വരുമ്പോൾ നിങ്ങളെ ഭ്രാന്തനെ പോലെ അന്വേഷിക്കും. എന്നാൽ അവൻ നിങ്ങളെ അന്വേഷിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയധികം മാറിയിട്ടുണ്ടാകും. അവന് നിങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയില്ല. തിരിച്ചറിയാൻ അവന് തോന്നുകയുമില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റുകയാണെങ്കിൽ ആ ആളുകൾ തന്നെയായിരിക്കും ആദ്യം നിങ്ങൾക്കെതിരെ തിരിയുക. നിങ്ങളുടെ മുഖത്തെ കള്ളച്ചിരി കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ നന്നായി നടക്കുന്നുണ്ടെന്ന് ആളുകൾ വെറുതെ തീരുമാനിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ അവരൊരിക്കലും ശ്രമിക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ഒട്ടും ശ്രമിക്കാത്ത ഒരു മനുഷ്യന് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള ശാഠ്യക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സമയം കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചാലും ഒരു ബന്ധവും ഒരിക്കലും നിലനിൽക്കില്ല. ആവശ്യം തീരുമ്പോൾ ബന്ധവും തീരുന്നു. ഇതാണ് ഈ ക്രൂരമായ ലോകത്തിലെ ഏറ്റവും വലിയതും കൈപ്പേറിയതുമായ സത്യം. ഇന്ന് നിങ്ങൾ തെറ്റാണെന്ന് കരുതുന്നത് നാളെ നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായി വരും. നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഹൃദയം പറിച്ചു നൽകിയ അതേ ആളുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ ദുർബലമായ ഹൃദയം തകർക്കുന്നതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുക. കാരണം എവിടെയാണോ ഏറ്റവും അന്ധമായ വിശ്വാസം അർപ്പിക്കുന്നത് അവിടെ വെച്ചായിരിക്കും എപ്പോഴും ആ വിശ്വാസം തകരുക എന്നത് ലോകത്തിൻ്റെ ഒരു നിയമമാണ്. ഒരു അഹങ്കാരിയായ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് ഒരിക്കലും നിങ്ങളെ തന്നെ ചെറുതായിട്ടോ കുറഞ്ഞവനായിട്ടോ കാണരുത്. ലോകത്തിന് മുന്നിൽ പലരും നിങ്ങളുടെ വില കുറച്ച് കാണിക്കുന്നത് അവർക്ക് തന്നെ നിങ്ങളുടെ നിലവാരത്തിലെത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ജീവിതത്തിലെ ചില ബന്ധങ്ങൾ തകരുന്നത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിശബ്ദരായി അവരുടെ എല്ലാം സഹിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ മുന്നിലുള്ള മനുഷ്യൻ വിചാരിക്കുന്നത് അവരുടെ പെരുമാറ്റം നമ്മെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ ചിന്തകളോട് യോജിക്കുകയും അവർ പറയുന്നതിനൊക്കെ നിങ്ങൾ തലയാട്ടുകയും ചെയ്യുന്നിടത്തോളം കാലം മാത്രമേ ആളുകൾ നിങ്ങളോടൊപ്പം നടക്കുകയുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവർ നിങ്ങളെ ലോകത്തിനു മുന്നിൽ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ തീരുമാനമെന്നത് യാതൊരു കാരണവുമില്ലാതെ നമ്മെ സംശയിക്കുന്ന, നമ്മുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണുന്ന, നമ്മുടെ സന്തോഷം കണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയപ്പെടുന്ന എല്ലാ ആളുകളിൽ നിന്നും വളരെ ദൂരേക്ക് മാറുക എന്നതാണ്. ആരെങ്കിലും പറയുന്ന കൈപ്പേറിയ വാക്കുകൾ ഒരു കല്ലുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കരുത്. കാരണം വാക്കുകൾ എപ്പോഴും അവരുടെ ചിന്തകളിൽ നിന്നാണ് വരുന്നത്. അത്തരം ആളുകളുടെ ചിന്തകൾ പലപ്പോഴും വളരെ മോശവും തരം താനതുമായിരിക്കും. ഒരു മനുഷ്യനില്ലാതെ നിങ്ങൾക്ക് ശരിക്കും ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. ഈ ക്രൂരമായ ലോകം ഒരിക്കലും ദുർബലരുടെ മുന്നിലല്ല, മറിച്ച് എപ്പോഴും ശക്തരുടെ മുന്നിലാണ് തലകുനിക്കുന്നത്. നിങ്ങൾക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ച ആളുകൾക്ക് നിങ്ങളുടെ ആ വേദനയുടെ കാരണമാകാൻ തീർച്ചയായും കഴിഞ്ഞേക്കുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക. എന്നാൽ ആ ആളുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യസ്ഥാനം തീരുമാനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം കാലടികളാണ് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി നിശ്ചയിക്കുന്നത്. ഈ അനാവശ്യ ആളുകളുടെ വാക്കുകൾ നിങ്ങൾ എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകും. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ പൂർണ്ണമായും മറന്നുപോകുന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതിനാൽ മറ്റുള്ളവരുടെ അനാവശ്യ അഭിപ്രായങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങളുടെ സ്വന്തം യഥാർത്ഥ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ചില ആളുകൾ നിങ്ങളുടെ കൂടെ ജീവിതത്തിൽ നിൽക്കുന്നത് അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളതുകൊണ്ടല്ല,
മറിച്ച് അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അവരുടെ സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അവർക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ആ ആവശ്യം നിറവേറ്റിക്കഴിയുമ്പോൾ തന്നെ അവരുടെ ആ വ്യാജബന്ധവും ഉടൻ തന്നെ അവസാനിക്കുന്നു. ഈ ലോകത്തിൽ ഏറ്റവും വില കുറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ അത് വഴിയിലൂടെ പോകുന്ന ഏതൊരാളും നൽകുന്ന വ്യാജമായ വാഗ്ദാനങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാര്യം യഥാർത്ഥ വിശ്വാസമാണ്. അതെല്ലാവരും വളരെ എളുപ്പത്തിൽ തകർക്കുകയും ചെയ്യുന്നു. വേദന നിറഞ്ഞ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ ആ ക്രൂരമായ ലോകം അതിനെ വെറുമൊരു വിനോദ കഥയായി മാത്രമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ പാഴായ ഓർമ്മകളിലല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളുകളിൽ എഴുതുക. ആ മനുഷ്യൻ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയെന്ന് ഒരിക്കലും ആരെയും അത്രത്തോളം അറിയിക്കരുത്. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും തകരുന്നതിനുള്ള ഏറ്റവും വലിയ കാരണമായി മാറും. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ ആർക്കാണോ നൽകുന്നത് ഓർക്കുക. ഒരു ദിവസം അതേ ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനവും വിലയും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. ആരോടും നിങ്ങളുടെ പ്രതികാരം തീർക്കരുത്. അവരിൽ നിന്ന് നിശബ്ദമായി വളരെ ദൂരേക്ക് പോയി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം വളരെ ശക്തമാണ്. ഓരോ പ്രഹരത്തിനും അത് തന്നെ ഒരു ദിവസം എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്ന് തകരുമ്പോൾ നിങ്ങൾ സ്വയം നിലത്ത് പൂർണ്ണമായി ചിതറിപ്പോകുന്ന തരത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്നും അത്രയധികം പ്രതീക്ഷിക്കരുത്. ഒരു പ്രതീക്ഷയും ഒരു മനുഷ്യനെയും തൻ്റെ ചുമലിൽ ചുമക്കുന്നില്ല. മറിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ് തൻ്റെ പ്രതീക്ഷകളെ ഒരു ഭാരമായി ചുമക്കുന്നത്. ഞാൻ നിനക്കു വേണ്ടി എന്തൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന ആളുകളോട് വീണ്ടും വീണ്ടും പറയരുത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ വില അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ 1000 തവണ പറഞ്ഞാലും അവർക്ക് യാതൊന്നും തോന്നാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർക്ക് യഥാർത്ഥമായി ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നാവുകൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമേ വരില്ല. ചിലപ്പോൾ വെറുമൊരു ഗതികേടായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആവശ്യമില്ലാത്തൊരു ബന്ധത്തിൻ്റെ വലിയ ഭാരം ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ വലിയൊരു ഭാരമായി തോന്നാൻ തുടങ്ങും. അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ തെറ്റുകാരനാകാത്തിടത്തോളം കാലം മാത്രമേ ആളുകൾ നിങ്ങളെ ഒരു ശരിയായ മനുഷ്യനായി കണക്കാക്കുകയുള്ളൂ. എപ്പോഴും നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടി ജീവിക്കാൻ പഠിക്കുക, അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മരിക്കാനല്ല. നിങ്ങളുടെ ഗംഭീരമായ വിജയത്തിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ ആരെയാണോ പങ്കുചേർത്തത്, പലപ്പോഴും ആ ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ചെറിയ പരാജയത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അതിനാൽ വഴിയിലൂടെ പോകുന്ന ഓരോരുത്തരോടും നിങ്ങളുടെ രാവും പകലും നീളുന്ന കഠിനാധ്വാനത്തിൻ്റെ കഥ ഒരിക്കലും പറയരുത്. നിങ്ങളുടെ നിശബ്ദതയെ പോലും തൻ്റെ ജന്മാവകാശമായി കാണാനും നിങ്ങളുടെ ഏകാന്തതയെ ഒരു മോശം തമാശയാക്കി മാറ്റാനും തുടങ്ങുന്ന തരത്തിൽ അത്രത്തോളം അന്ധമായി ആരോടും സ്നേഹിക്കരുത്. ഏതൊരു ബന്ധത്തിലും എപ്പോഴും ഒരാൾ സ്നേഹം നൽകുന്നവനും മറ്റൊരാൾ സ്നേഹം വാങ്ങുന്നവനും മാത്രമായിരിക്കും. എപ്പോഴും നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ എല്ലാം നൽകുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ഒരു ബന്ധമല്ല നിലനിർത്തുന്നതെന്നും മറിച്ച് നിങ്ങളുടെ തലയിൽ വലിയൊരു ഭാരം ചുമക്കുകയാണെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നിങ്ങൾ ആരെ മാറ്റുന്നുവോ അതേ ആളുകൾ തന്നെ ഒരു ദിവസം നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യാതൊരു കരുതലുമില്ലാതെ പുറത്താക്കും. ഇത് യഥാർത്ഥ സ്നേഹമല്ല, മറിച്ച് വളരെ വേദനാജനകമായ ഒരു ശിക്ഷയാണ്. തെറ്റായ ആളുകൾ എപ്പോഴും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ശരിയായ ആളുകൾ ജീവിതകാലം മുഴുവനുമുള്ള യഥാർത്ഥാർത്ഥം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രമാത്രമാണ്. തെറ്റായ ആളുകൾ പോകുമ്പോൾ നമുക്ക് വളരെ ആഴത്തിലുള്ള വേദന നൽകിയിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ മറുപടി നൽകുന്നതിന് പകരം മിണ്ടാതിരിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തോൽവി സമ്മതിച്ചുവെന്നാണ് ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ നിങ്ങൾ തർക്കിക്കുന്നതിന് പകരം നിങ്ങളുടെ മാനസിക സമാധാനത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവുകളെ വില കുറച്ചു കാണുന്ന ആരെയും ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുക. കാരണം ആ മനുഷ്യൻ അവൻ്റെ ചെറിയ നിലവാരത്തിനനുസരിച്ച് മാത്രമാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ ജീവിത പുസ്തകം എഴുതാനുള്ള പേന ഒരിക്കലും മറ്റാർക്കും കൊടുക്കരുത്. കാരണം അവരെഴുതുന്ന താളുകളിൽ ഒരിക്കലും നിങ്ങളുടെ സന്തോഷമുണ്ടാകില്ല. അതിൽ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ മറിഞ്ഞിരിപ്പുണ്ടാകൂ. അവസാനം ഈ ലോകം അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ എന്തായി കണക്കാക്കുന്നുവോ, എന്തായി കാണിക്കുന്നുവോ അതുമാത്രമാണ് ഈ ലോകം വിശ്വസിക്കുന്നത്. ആളുകൾക്ക് അവരെക്കൊണ്ട് ആവശ്യം വരുമ്പോൾ മാത്രമാണ് നിങ്ങളെ ഓർക്കുന്നത്. അവരുടെ സ്വാർത്ഥത നിറഞ്ഞ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അവർക്കൊരിക്കലും പ്രധാനപ്പെട്ട ഒരാളായിരുന്നില്ല എന്ന മട്ടിൽ അവർ നിങ്ങളെ മറക്കുന്നു. അതിനാൽ ഒരാളുടെ ആവശ്യമായി മാറി ഉപയോഗിക്കപ്പെടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഒരാളുടെ ശീലമായി മാറുന്നത്. ആളുകൾ നിങ്ങളെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന തരത്തിൽ നിങ്ങളുടെ സ്വന്തം വില അത്രത്തോളം വർദ്ധിപ്പിക്കുന്നത് ശീലമാകുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് നല്ലതാണ്. അവനില്ലാതെ നിങ്ങൾ പൂർണ്ണനല്ലെന്ന് ഒരിക്കലും ആരോടും കാണിക്കരുത്.
അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണനാകാൻ അനുവദിക്കില്ല. മറിച്ച് അവൻ നിങ്ങളെ എപ്പോഴും തകർന്നിരിക്കാൻ ശീലിപ്പിക്കും. എത്രത്തോളം ആളുകളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സ്വന്തം യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ അകന്നുപോകും. അവസാനം നിങ്ങൾ തനിച്ചാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന നിങ്ങളുടെ സ്വന്തം ചോദ്യങ്ങൾ നിങ്ങളെ കരയിക്കും. കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ഒരിക്കലും അവരുടെ പദവിക്ക് തുല്യമായി എത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചിലർ നിങ്ങളെ ചെറിയ മനുഷ്യനെന്ന് വിളിക്കുന്നത്. അത് അവരുടെ സ്വന്തം മാനസിക പ്രശ്നമാണ്. നിങ്ങളുടെ യാതൊരു തെറ്റുമില്ല. കാലവും ആളുകളുടെ പെരുമാറ്റവും എന്തുതന്നെ മാറിയാലും ഒരു യഥാർത്ഥ മനുഷ്യനെ തിരിച്ചറിയുന്നത് ഈ 2 കാര്യങ്ങളിലൂടെയാണ്. അതിനാൽ ഏതു മനുഷ്യനാണ് എപ്പോൾ എങ്ങനെ മാറിയാണ് നിങ്ങളെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ആളുകളുടെ മുന്നിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം മാത്രമേ അവർ നിങ്ങളെ ഒരു വിഡ്ഢിയായി കാണുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ശരിയായതും ശക്തവുമായ തീരുമാനങ്ങളിലൂടെ അവർക്ക് തക്കതായ മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ ആ നിശബ്ദതയുടെ യഥാർത്ഥ കാരണം അവർക്ക് നന്നായി മനസ്സിലാകും. നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ മാറ്റി നിർത്തുന്നതും അവഗണിക്കുന്നതും തൻ്റെ ഏറ്റവും വലിയ വിജയമായി അവൻ കാണുന്ന തരത്തിൽ ആരെയും അത്രത്തോളം സ്നേഹിക്കരുത്. നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. എന്നാൽ നിങ്ങളെ മനസ്സിലാക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾ എത്ര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവൻ നിങ്ങളെ കൂടുതൽ തെറ്റായി മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. സ്വന്തം ആത്മാഭിമാനവും ബഹുമാനവും സംരക്ഷിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഈ ലോകത്തിൽ യഥാർത്ഥ ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. തിരികെ വന്ന് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം കണ്ടെത്താൻ ജീവിതകാലം മുഴുവൻ ചിലവാക്കേണ്ടി വരുന്ന തരത്തിൽ മറ്റൊരാളോടുള്ള സ്നേഹത്തിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തരുത്. രാവും പകലും നീളുന്ന കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം നല്ലതായിരുന്നുവെന്നാണ് അസൂയപ്പെടുന്ന ലോകം പറയുക. നിങ്ങളുടെ യഥാർത്ഥ കഠിനാധ്വാനം അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. സ്വന്തം സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് മാത്രം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും തെറ്റുകാരനാക്കുന്നത്. നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനാണോ അങ്ങനെ തന്നെ ലോകത്തിന് മുന്നിൽ കാണിക്കുക. ആരുടെയും ഇഷ്ടത്തിനൊത്തുള്ള പാവയായിട്ടല്ല. നിങ്ങളുടെ ദേഷ്യം സഹിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ തീർച്ചയായും വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ചിലർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്. നിങ്ങളുടെ സ്വന്തം വില മനസ്സിലാക്കി നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ പോകാതിരിക്കുമ്പോൾ അവരുടെ തന്ത്രപരമായ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയം തകരുന്നതിന് മുമ്പ് ആ വിശ്വാസം തന്നെ പൂർണ്ണമായി തകരുന്ന തരത്തിൽ ഒരിക്കലും ആരോടും അന്ധമായി വിശ്വസിക്കരുത്. കാരണം എവിടെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അവിടെ തന്നെയാണ് വിശ്വാസം എപ്പോഴും തകരുന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ ഒരു ദിവസം നമ്മുടെ തലച്ചോറിൽ വളരെ വലിയൊരു വേദനയായി മാറുന്നു. അതിനാൽ നിങ്ങളുടെ ദുർബലമായ ഹൃദയത്തിൽ ആർക്കെങ്കിലും ഇടം നൽകുന്നതിനു മുമ്പ് നിങ്ങളുടെ കൂർമ്മ ബുദ്ധി കൊണ്ട് അവരെ നന്നായി തിരിച്ചറിയുക. നിങ്ങളുടെ മുഖത്തെ കള്ളച്ചിരി കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ നന്നായി നടക്കുന്നുണ്ടെന്ന് ആളുകൾ വിചാരിക്കുന്നു. ഉള്ളിലെ വേദന മറച്ചുവെക്കാൻ വേണ്ടി ചിരിക്കുക എന്നത് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഗതികേടായി മാറിയെന്ന് ആ പാവങ്ങൾക്ക് എന്തറിയാം. നിങ്ങൾക്ക് ബഹുമാനവും ആദരവും നൽകാത്ത ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹത്തിന്റെ യാതൊരു പ്രതീക്ഷയും ഒരിക്കലും വെക്കരുത്. കാരണം ബഹുമാനവും ആദരവും ഇല്ലാത്തിടത്ത് സ്നേഹം ഒരു വലിയ ചതി മാത്രമാണ് നൽകുന്നത്. ഒരു മനുഷ്യനെയും നിങ്ങളുടെ കുറവും ദൗർബല്യവുമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ആ മനുഷ്യന് നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും സ്വന്തം ജീവിതത്തിൽ വളരെ സന്തോഷവാനായിരിക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏതൊരു ബന്ധം സംരക്ഷിക്കാനാണോ നിങ്ങൾ മാത്രം കഠിനാധ്വാനം ചെയ്യുന്നത് അവിടെ ഒരു ദിവസം നിങ്ങൾ വല്ലാതെ തളർന്നു പോകും. നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തി നിങ്ങളിപ്പോൾ പഴയ ആളല്ല എന്ന് വളരെ നാണമില്ലാതെ പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയും ചെയ്യും. നിങ്ങളുടെ ഗംഭീരമായ വിജയം കണ്ട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ആ തിളക്കമുള്ള പ്രകാശം അവരുടെ മനസ്സിൻ്റെ അന്ധകാരത്തിൽ മുള്ളുപോലെ കുത്തിയിറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങളുടെ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ബന്ധങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ആളുകൾ അത് അവരുടെ സൗജന്യശീലമാക്കി മാറ്റും. നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ ഇതേ ആളുകൾ തന്നെ നിങ്ങൾ മാറിയെന്ന മോശമായ കുറ്റം നിങ്ങളുടെ മേൽ ചുമത്തും. അതിനാൽ ലോകത്തോട് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് മുമ്പ് സ്വന്തം വാഗ്ദാനങ്ങൾ നിറവേറ്റുക. നിങ്ങളുടെ ആഴത്തിലുള്ള ദുഃഖത്തിൽ ലോകം കണ്ണീരൊഴിക്കാനും കരയാനും വരില്ല. എന്നാൽ നിങ്ങൾ സ്വയം കരകയറുമ്പോൾ അസൂയപ്പെടാൻ ഏറ്റവും ആദ്യം ഓടിവരുന്നത് അതേ ആളുകളായിരിക്കും. അതിനാൽ താഴെ വീണാലും തിരികെ എഴുന്നേൽക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതിന് ഈ ക്രൂരമായ ലോകത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അനുവാദവും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിലെ വിജയം നിങ്ങളുടെ മാത്രമാണ്. അല്ലെങ്കിൽ തോൽക്കാൻ ആളുകൾക്ക് 1000 കാരണങ്ങളുണ്ട്. അതിനാൽ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ സ്വന്തം ഹൃദയത്തെ ബോധ്യപ്പെടുത്തുക. നിങ്ങളൊരു തെറ്റായ മനുഷ്യനായതുകൊണ്ടല്ല ചില ആളുകൾ നിങ്ങളുടെ പുറകിൽ സംസാരിക്കുന്നത്. മറിച്ച് നിങ്ങൾ വളരെ ശരിയായ ദിശയിൽ വേഗത്തിൽ മുന്നേറുന്നതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ വളർന്ന് അവരെക്കാൾ മുകളിൽ എത്തിപ്പെടുമോ എന്ന ഭയം അവർക്കെപ്പോഴും ഉണ്ടാകും. നിങ്ങളിപ്പോൾ പണ്ടത്തേക്കാൾ ഒരുപാട് മാറിയെന്ന് ആളുകൾ നിങ്ങളോട് പറയുമ്പോൾ
അവരുടെ വ്യാജ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങളിപ്പോൾ ജീവിതം നയിക്കുന്നത് നിർത്തിയെന്ന് ഉടൻ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ ആഴത്തിലുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളും ആരോടും പറയരുത്. ഈ ലോകം ഒന്നുകിൽ നിങ്ങളുടെ ആ വേദന കണ്ട് ഉറക്കെ ചിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ ആ വേദന തന്നെ നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കും. ഒരു മനുഷ്യന് നിങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കരുത്. കാരണം നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്ന് തെളിയിക്കപ്പെടുന്നിടത്തോളം കാലം മാത്രമേ ആളുകൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുകയുള്ളൂ. മറ്റുള്ളവരുടെ വാക്കുകളെയും പരിഹാസങ്ങളെയും നിങ്ങൾ ഭയപ്പെടുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനായി ജീവിക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളുടെ ഉറച്ച ശബ്ദമാകുക നിങ്ങൾ തന്നെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ യഥാർത്ഥ ഹൃദയത്തെ ഒരു കളിപ്പാട്ടം പോലെ കളിക്കാൻ തുടങ്ങിയാൽ അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തെറിയുക. കാരണം ഒരു മനുഷ്യൻ തകരുന്നതിനും ഒരു പരിധിയുണ്ട്. എന്നാൽ പൂർണ്ണമായി തകർന്നിട്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള ശക്തി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ. സമയം എന്തു തന്നെ ആയാലും, വളരെ നല്ലതായാലും വളരെ മോശമായാലും, രണ്ടും ഒരു ദിവസം കടന്നുപോകുക തന്നെ ചെയ്യും. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത്രമാത്രമാണ്. നല്ല സമയം ഹൃദയത്തിൽ മനോഹരമായൊരു ഓർമ്മയായി മാറുന്നു. എന്നാൽ മോശം സമയം ജീവിതത്തിൽ വളരെ വലിയൊരു പാഠമായി മാറുന്നു. ബന്ധങ്ങളുടെ യഥാർത്ഥ ഭാരം അറിയുന്നത് ആ ബന്ധം താങ്ങാൻ ഒരാൾ മാത്രം ബാക്കിയാകുമ്പോഴാണ്. രണ്ടാമത്തെയാൾ വെറുമൊരു ഭാരമായി അതിൽ തൂങ്ങിക്കിടക്കുക മാത്രമായിരിക്കും. നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നതിന് മുമ്പ് ആളുകൾ എപ്പോഴും നിങ്ങളെ തന്നെ ലോകത്തിനു മുന്നിൽ തെറ്റുകാരനാക്കുന്നു. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കുമ്പോൾ അവർക്ക് ശരിയാണെന്ന് തോന്നാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെ രക്തക്കണ്ണീർ കുടിപ്പിച്ച അതേ ആളുകളെ സന്തോഷവാനായി ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വേദനിക്കും. എന്നാൽ ഈ വേദനയ്ക്കൊരു മരുന്നില്ലെന്നും മറിച്ച് അതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റണമെന്നും എപ്പോഴും ഓർക്കുക. ജീവിതത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും തെറ്റുകാരനാണെന്നും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ തോൽവി സമ്മതിച്ചതിന് തുല്യമാണെന്നും ആളുകൾ വിചാരിക്കും. നിങ്ങളുടെ സ്വന്തം വില നിങ്ങൾ തന്നെ നിശ്ചയിക്കുമ്പോൾ നിങ്ങളെ വില കുറഞ്ഞവനായി കണക്കാക്കുന്നത് ഈ ലോകം മുഴുവൻ എന്നേക്കുമായി ഉപേക്ഷിക്കും. അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ വില ഇന്ന് തന്നെ തിരിച്ചറിയുക. എപ്പോഴും സ്വന്തം ആവശ്യത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ കേൾക്കുക. നിങ്ങളുടെ കൈപ്പേറിയ സത്യം അവർക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല. അതിനാൽ സത്യത്തിനൊരിക്കലും ആരുടെയെങ്കിലും കയ്യടികൾ ആവശ്യമില്ലെന്ന് ഓർക്കുക. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് പോലും നമ്മുടെ ജീവിതത്തിൽ എന്നേറ്റുമായി അകന്നു പോകേണ്ടി വരും. കാരണം അവരുടെ സാന്നിധ്യം നമ്മെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും തകർക്കുന്നു. ആർക്കെങ്കിലും വളരെ ആഴത്തിലുള്ള വേദന കൊടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിജയമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം ദയനീയമായി തോൽക്കുകയാണെന്നോർക്കുക. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എത്രത്തോളം മിണ്ടാതിരിക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെക്കുറിച്ച് വ്യാജവും കെട്ടിച്ചമച്ചതുമായ കഥകൾ ഉണ്ടാക്കും. അതിനാൽ നാവുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ നല്ല പ്രവൃത്തികളിലൂടെ സത്യം സംസാരിക്കാൻ അനുവദിക്കുക. സമയം വളരെ വേഗത്തിൽ മാറുമെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സമയം ഒരിക്കലും മാറുന്നില്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ മാറുന്നു. നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്ന ആ ആളുകൾ തന്നെയാണ് നമ്മുടെ വേദനയ്ക്ക് കാരണമാകുന്നതും. കേവലം ആവശ്യങ്ങൾ മാത്രം നോക്കി ഒരിക്കലും ഒരു മനുഷ്യനുമായും നിൽക്കരുത്. അല്ലെങ്കിൽ അവൻ മാറുന്ന നിമിഷം നിങ്ങളും പൂർണ്ണമായും അവസാനിക്കും. ആരുടെയൊപ്പം നിൽക്കുമ്പോഴാണോ നിങ്ങളുടെ ഹൃദയത്തിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്, ആ മനുഷ്യനോടൊപ്പം മാത്രം എപ്പോഴും നിൽക്കുക. പുറമോടി മാത്രം കാണിക്കുന്ന ആളുകളുടെ വ്യാജലോകത്തെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുമ്പോൾ ആളുകളുടെ യഥാർത്ഥ മുഖം അവരുടെ പുഞ്ചിരിക്ക് പിന്നിലല്ല മറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. മറിച്ച് അവ മറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വാർത്ഥമായ അവസരങ്ങൾക്ക് പിന്നിലാണ്. അവസരം ലഭിച്ചാൽ ഉടൻ ആളുകൾ മാറും. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ നിങ്ങളുടെ ഓരോ കാര്യത്തിലും തീർച്ചയായും എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തും. കാരണം നിങ്ങളുടെ ഗംഭീരമായ വിജയം അവരുടെ പരാജയത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമോ എന്ന ഭയം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. മുന്നിലുള്ള മനുഷ്യന് നിങ്ങളുടെ നട്ടെല്ലൊടിച്ചാൽ മാത്രമേ നേരെ നിൽക്കാൻ കഴിയൂ എന്ന അവസ്ഥ വരും വിധം ഒരിക്കലും നിങ്ങളെ തന്നെ അത്രത്തോളം കുനിഞ്ഞു കൊടുക്കരുത്. എല്ലാവർക്കും ബഹുമാനം നൽകുക, എന്നാൽ നിങ്ങളുടെ സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ആകരുത്. പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഹൃദയം മാത്രമല്ല, അവൻ്റെ മുഴുവൻ ബുദ്ധിയും തകർന്നു പോകുന്നു. കാരണം നിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ അന്ധമായി വിശ്വസിച്ചത്, അവിടെ തന്നെയാണ് വിശ്വാസം എപ്പോഴും തകരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിശബ്ദനായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഈ ലോകം നിങ്ങളെ ഒട്ടും മനസ്സിലാക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലങ്ങൾ എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതേ ആളുകൾ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് 1000 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മാറ്റം നിങ്ങൾക്ക് വളരെ വലിയ വേദന നൽകുന്നുണ്ടെങ്കിൽ
ആ ബന്ധത്തിൽ നിങ്ങളുടെ അധ്വാനം വളരെ കൂടുതലായിരുന്നുവെന്നും മുന്നിലുള്ള വ്യക്തിയുടെ താല്പര്യം വളരെ കുറവായിരുന്നുവെന്നും മനസ്സിലാക്കുക. സ്വന്തം ജീവിതം തന്നെ കുഴപ്പങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഒരു ഉപദേശവും സ്വീകരിക്കരുത്. കാരണം ആ മനുഷ്യൻ താൻ കുടുങ്ങിക്കിടക്കുന്ന അതേ സ്ഥലത്ത് നിങ്ങളെയും എത്തിക്കും. ഈ ലോകം മുഴുവൻ ജയിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ യഥാർത്ഥ വിജയം. കാരണം നമുക്ക് പുറത്തുള്ള ശത്രുക്കൾ വളരെ കുറവാണ്, എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ വളരെ കൂടുതലാണ്. സ്വന്തം സൗകര്യങ്ങളുടെ സമയത്ത് മാത്രം നിങ്ങളെ ഓർക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണനയാക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടമാണ്. നിങ്ങളുടെ മോശം സമയങ്ങളിൽ ആളുകൾ നിങ്ങൾക്ക് വെറുതെ ഉപദേശങ്ങൾ മാത്രം നൽകുന്നു. നിങ്ങളുടെ നല്ല സമയങ്ങളിൽ നിങ്ങളുടെ സ്വത്തെണ്ണാൻ അവർ ഓടിയെത്തുന്നു. അതിനാൽ അവരുടെ അനാവശ്യ ഉപദേശങ്ങൾക്കോ അവരുടെ കണക്കെടുപ്പുകൾക്കോ കൂടുതൽ പ്രാധാന്യം നൽകരുത്. നിങ്ങളുടെ തോൽവിയിൽ ഉറക്കെ ചിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു ദിവസം നേടാൻ പോകുന്ന വിജയത്തെക്കുറിച്ച് വളരെ ഭയപ്പെടുന്നു. ആ ഭയം മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ് അവരതിനെ തമാശയാക്കി മാറ്റുന്നത്. നിങ്ങളുടെ സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിൽ ആരുടെ പുറകെയും അത്രത്തോളം ഓടരുത്. കാരണം ഒരാളെ കണ്ടുമുട്ടുന്നത് എപ്പോഴും വിധി കൊണ്ടാണ്, അല്ലാതെ ഒരു ഗതികേട് കൊണ്ടല്ല. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ നിങ്ങൾ എത്രത്തോളം പറഞ്ഞു മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതയാത്ര എളുപ്പമാകും. കാരണം ഓരോ തവണയും കൈപ്പേറിയ സത്യം മനസ്സിലാകുന്നത് ഹൃദയത്തിനല്ല, മറിച്ച് വിവേകമുള്ള തലച്ചോറിനാണ്. നീ എന്നെ ശരിക്കും നിന്റെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ആളുകളോട് പറയാൻ വെറുമൊരു ആഗ്രഹം മാത്രമാണോ എന്ന് ചിലപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ പോലും നമ്മോട് ഈ മൂർച്ചയേറിയ ചോദ്യം ചോദിക്കും. ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം വില നന്നായി മനസ്സിലാക്കുമ്പോൾ ഈ ലോകം മുഴുവൻ അവനെ വിപണിയിൽ വില കുറച്ചു വിൽക്കാൻ ശ്രമിക്കുന്നത് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ചില ആളുകളുടെ നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറുന്നു. ആ നിർഭാഗ്യകരമായ ദിവസം മുതൽ നമുക്ക് ഏറ്റവും വലിയ വേദന ലഭിക്കാനും തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ആർക്കാണോ നൽകിയത് അതേ ആളുകൾ നാളെ നിങ്ങളോട് നിങ്ങൾ ഇപ്പോൾ മാറിയെന്ന് പറയും. കാരണം ഇപ്പോൾ നിങ്ങൾ അവരുടെ സ്വാർത്ഥ കണക്കുകൾക്കനുസരിച്ചല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനനുസരിച്ചാണ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ലോകം നിങ്ങളെ എത്ര തെറ്റുകാരനാണെന്ന് പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കരുത്. ലോകം പറയുന്നത് കേട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പ്രശ്നമാകുന്നത്. ഈ ലോകത്തെ എല്ലാവരും നിങ്ങളെ താഴെ വീഴ്ത്താൻ ശ്രമിക്കും. എന്നാൽ നിങ്ങളെ ഒരിക്കലും തകരാൻ അനുവദിക്കാതെ താങ്ങി നിർത്തുന്ന ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്, മറ്റാരുമല്ല. ആളുകൾക്ക് നിങ്ങളെ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രമേ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുള്ളൂ എന്നതാണ് കൈപ്പേറിയ സത്യം. അതിനാൽ ആവശ്യം തീരുമ്പോൾ തന്നെ നിങ്ങളുടെ കഥയും അവസാനിക്കുന്നു. ഒരു മനുഷ്യനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എല്ലാം ത്യജിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അവനു വേണ്ടി സൗജന്യമായി ഉണ്ടാകുമെന്ന് ആ മനുഷ്യൻ കരുതാൻ തുടങ്ങും. അതിനാൽ നിങ്ങളുടെ സ്വന്തം വില നിശ്ചയിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ തികച്ചും സൗജന്യമായി കണക്കാക്കി ഏതെങ്കിലും ഒരു ദിവസം ഉപേക്ഷിച്ചു പോകും.